ശബരിമലയിൽ നിന്ന് തുടങ്ങുക എന്നത് നമ്മുടെ ഒരു ശീലമാണ്. എല്ലാ ദിവസവും അല്ല, ശബരിമലയിൽ പൂജകളുള്ള ദിവസം, മണ്ഡലകാലം, മകരവിളക്കൊക്കെ വരുമ്പോൾ സന്നിധാനത്ത് നിന്ന് മാത്രമല്ല, മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നൊക്കെ നമ്മൾ ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ അവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഭക്തിസാന്ദ്രമായ തുടക്കം പതിവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ശബരിമലയിലേക്കാണ് പോകുന്നത് അല്ലേ? അതെ, ശരി. ശബരിമലയിൽ മീനമാസ പൂജകൾ പൂർത്തിയാകുന്നു. ക്ഷേത്രനട നാളെ അടയ്ക്കും. തിരുവുത്സവത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും ശബരിമലയിൽ ആരംഭിച്ചു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഒപ്പം ചേരുന്നുണ്ട്. ഗോകുലിൻ്റെ ഒരു വാർത്തയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടായ ദിവസമാണ്, അതിലേക്ക് നമ്മൾ വരുന്നുമുണ്ട്. അതിനു മുൻപ് സന്നിധാനത്ത് ഇപ്പോൾ എന്താണ് കാഴ്ച? കൃഷ്ണരാജ്, ഗോപിക, സ്വാമി ശരണം. എന്തായാലും മീനമാസ പൂജകൾ അങ്ങനെ ശബരിമലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂജകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നാളെ മീനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട അടയ്ക്കുകയാണ്. കഴിഞ്ഞ 14-ാം തീയതി മുതലാണ് മീനമാസ പൂജകൾക്ക് ആരംഭമായത്. എന്തായാലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ മീനമാസ പൂജ വേളയിൽ ശബരിമലയിൽ ദർശനം നടത്തിക്കഴിഞ്ഞു. ദർശന പുണ്യം നുകർന്നു കഴിഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നത് സന്നിധാനത്തിന് സമീപം മാളികപ്പുറത്താണ്. മാളികപ്പുറത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ അത്യാവശ്യം തിരക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും മകരവിളക്ക് സമയത്തേതുപോലെയുള്ള ആ തിരക്കെന്ന് പറയാനാവില്ല. എങ്കിൽ പോലും അത്യാവശ്യം തിരക്ക് മാളികപ്പുറത്തും സന്നിധാനത്തുമൊക്കെ ഈ രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വൈകുന്നേരത്തെ സമയം കാര്യമായിട്ട് തിരക്കിലേക്ക് സന്നിധാനം എത്തുന്നില്ല. രാവിലത്തെയുള്ള മണിക്കൂറുകളിലുള്ള തിരക്ക് മാത്രമാണ് ഉള്ളത്. എന്തായാലും സുഗമമായി തന്നെ തീർത്ഥാടനം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മീനമാസ പൂജകൾ പൂർത്തിയാക്കി നാളെ ശബരിമല ക്ഷേത്ര നട അടയ്ക്കും. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം വീണ്ടും നട തുറക്കുകയാണ്. അത് ശബരിമലയുടെ ഉത്സവത്തിന് വേണ്ടിയിട്ടാണ്, തിരുവുത്സവത്തിന് വേണ്ടിയിട്ട് 22-ാം തീയതിയാണ് നട തുറക്കുന്നുണ്ടാവുക. 23 മുതലാണ് ഉത്സവത്തിൻ്റെതായിട്ടുള്ള ഉത്സവബലി അടക്കമുള്ള പ്രത്യേക ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നുണ്ടാവുക. 10 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ശബരിമലയിലുമുള്ളത്. ശബരിമല ക്ഷേത്രത്തിൽ 1-ാം തീയതിയാണ് ആറാട്ട്, ഉത്സവത്തിൻ്റെ ആറാട്ട്. അത് പമ്പാ നദിയിലാണ്, ഭഗവാന്റെ ആറാട്ട് പമ്പാ നദിയിലാണ് നടക്കുന്നുണ്ടാവുക. ഏപ്രിൽ 1-നായിരിക്കും ആറാട്ട് നടക്കുന്നുണ്ടാവുക. അതിനുശേഷം ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേർന്നതിന് ശേഷം അന്ന് വൈകിട്ട് ഏപ്രിൽ 1-ന് കൊടി ഇറക്കും. അതിനുശേഷം തിരുവുത്സവത്തിന് സമാപനമാകും. അതോടുകൂടി അന്ന് വൈകിട്ട് തന്നെ ഹരിവരാസനം പാടി നടയടയ്ക്കുകയും ചെയ്യുന്നുണ്ടാവും. എന്തായാലും ഉത്സവ നാളുകളാണ്, ആഘോഷത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും ഒക്കെ നാളുകളാണ് ശബരിമലയിൽ ഇനി വരാനായിട്ട് പോകുന്നത്. ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ശബരിമലയിൽ ഇപ്പോൾ ആരംഭിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ നട അടച്ചു കഴിഞ്ഞാൽ പിന്നീട് 2 ദിവസത്തേക്ക് നട അടഞ്ഞു തന്നെയായിരിക്കും. അതിനുശേഷം 22-ാം തീയതി ഉത്സവത്തിന് വേണ്ടി തുറക്കുകയാണ്. എന്തായാലും വളരെ സുഗമമായിട്ടുള്ള തീർത്ഥാടനം, ഒപ്പം ഉത്സവ ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ആരംഭിച്ചതായിട്ടും ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഗൂഗിൾ, അവിടെ ഒത്തിരി ഭക്തരെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവരുടെ പ്രതികരണം കൂടി തേടൂ. തീർച്ചയായിട്ടും. എന്തായാലും രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ ഭക്തർ ധാരാളമായിട്ട് എത്തുന്നുണ്ട്. നമുക്ക് ചോദിക്കാം. സ്വാമി ശരണം അയ്യപ്പ, എവിടുന്നായിരുന്നേ? ഞാൻ കോഴിക്കോട്. തിരക്കുണ്ടാകും രാവിലെ മല കയറിയ സമയത്തൊക്കെ? വലിയ തിരക്കൊന്നുമില്ല, എന്നാലും ഒരു അരമണിക്കൂർ നിൽക്കേണ്ടി വന്നു ദർശനത്തിന് വേണ്ടി. മുകളിൽ മാത്രമേ തിരക്കുണ്ടായിരുന്നു? മുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാമിയുടെ പേര്? അനിൽകുമാർ. ശരി, സ്വാമി ശരണം. എന്തായാലും സ്വാമി ശരണം, എങ്ങനെയുണ്ട്? സ്വാമി ഇവിടെ നല്ലതാണ്, നല്ല സുഖമാണ്. ഞാൻ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. എല്ലാ മാസം ഇവിടെ ഡ്യൂട്ടിക്ക് എല്ലാ ഡ്യൂട്ടിക്ക് വരുവാണ്, എല്ലാ പ്രാവശ്യവും ഡ്യൂട്ടിക്ക് വരും. ശബരിമല ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ പോലൊക്കെ വളരെ ഇഷ്ടമാണ്. എൻ്റെ സ്വാമി എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ഡ്യൂട്ടിക്ക് വന്നിരിക്കും. പേരെന്താ? എൻ്റെ പേര് തങ്കപ്പൻ, അടൂര്. സ്ഥലം അടൂരാണ്. ശരി. എന്തായാലും ആ ഒരു ആത്മനിർവൃതിയുടെയൊക്കെ ഒരു പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ കൂടുതൽ സ്വാമിമാരുടെ പ്രതികരണത്തിലേക്ക് പോകുന്നത്. സ്വാമി ശരണം. കൊല്ലം കടയ്ക്കൽ. എങ്ങനെയുണ്ട് ദർശനം? നല്ലത് തന്നെ. തിരക്കുണ്ടായിരുന്നു? കുറവായിരുന്നു, തിരക്ക് കുറവായിരുന്നു. നിൽക്കേണ്ടി വന്നു? ഇല്ല, നിൽക്കേണ്ടി വന്നില്ല. എല്ലാ മാസം ഇല്ല, സീസണിലാണ് വരുന്നത്. ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഏതായാലും അങ്ങനെയാണ് ഗോപിക ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ. കാര്യമായിട്ടുള്ള തിരക്ക് അല്ലെങ്കിൽ കൂടുതൽ മണിക്കൂറുകളൊന്നും ക്യൂ നിൽക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ സന്നിധാനത്ത് മാത്രമാണ്, ആ ഫ്ലൈ ഓവറിലൊക്കെ മാത്രമാണ് കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം എന്തായാലും ഉണ്ടാകുന്നത്. മണ്ഡലകാല തീർത്ഥാടന സമയത്തൊക്കെ വലിയ തിരക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പമ്പ മുതലൊക്കെ തന്നെ വരി നിന്ന് കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും മാസപൂജ സമയത്തേക്ക് വരുമ്പോൾ അത്രയും തിരക്കില്ല, സുഗമമായിട്ടുള്ള ദർശനം ലഭിക്കുന്നു. മണിക്കൂറുകളോ ഒന്നും ക്യൂ നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മലയാളികളായിട്ടുള്ള തീർത്ഥാടകർ കൂടുതലായിട്ടും ഇപ്പോൾ മാസപൂജ
പൂജാവേളകളെയാണ് ശബരിമല ദർശനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ രീതിയിൽ മാസപൂജയിൽ സുഗമമായിട്ടുള്ള ദർശനം ഭക്തർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതിൽ മാത്രമല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ, പ്രത്യേകിച്ച് പടിപൂജ പോലെയുള്ള ചടങ്ങുകളൊക്കെ കണ്ടു തൊഴാൻ ഭക്തർക്ക് മാസപൂജ വേളയിൽ മാത്രമാണ് അവസരമുള്ളത്. ആ പൂജകളൊക്കെ കണ്ടു തൊഴാനുള്ള ഒരു അല്ലെങ്കിൽ ആ കണ്ടു തൊഴുവാനായിട്ടുമൊക്കെ തന്നെ ആയിരക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ന് പ്രത്യേക പൂജകൾ അല്പസമയത്തിനകം ഇപ്പോൾ നെയ്യഭിഷേക ചടങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സന്നിധാനത്ത്. കളഭാഭിഷേക, കലശാഭിഷേക ചടങ്ങുകളൊക്കെ 11 മണിയോടുകൂടി ഉണ്ടാകും. അതിനുശേഷം ഉച്ചപൂജയ്ക്ക് ശേഷം നടയടയ്ക്കും. വൈകുന്നേരം നട തുറന്നതിന് ശേഷം ദീപാരാധനയ്ക്ക് ശേഷമാണ് പടിപൂജ. 7 മണിയോടുകൂടി പടിപൂജ ഉണ്ടാകും. അതിനുശേഷം അത്താഴ പൂജയ്ക്ക് ശേഷം ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി ഇന്നത്തെ പൂജകളൊക്കെ തന്നെ, പ്രത്യേക പൂജകളൊക്കെ തന്നെ സമാപിക്കും. നാളെ വൈകിട്ട് ഇതേ പൂജകൾ തന്നെ ഉണ്ടാകും. അതിനുശേഷം നാളെ രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി മീനമാസ പൂജകൾക്ക് പരിസമാപ്തിയാവുകയാണ്. പിന്നീട് ഉത്സവ നാളുകൾക്ക് വേണ്ടിയാണ് ശബരിമല ക്ഷേത്ര നട തുറക്കുന്നുണ്ടാവുക.